എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ രാവിലെ ഒരു അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. പെട്ടെന്ന് കുറച്ച് പരിപാടികളുണ്ട്, അതെനിക്ക് ഇഷ്ടമാണെന്ന് തന്നെ കരുതുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനകത്ത് ചെറിയ ചെറിയ ഹാക്ക് കൂടെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വേണ്ട അങ്ങനെ പ്രത്യേകിച്ച് വലിയ മേക്കപ്പ് ഒന്നുമില്ല, സകല കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളൂ. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ മുഖത്ത് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ്സ്റ്റിക് ഇല്ലാത്ത കാര്യം എനിക്ക് ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്തായാലും ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ വേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ എൻ്റെ കണ്ണും, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ, എനിക്ക് വേറെ ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ എന്തായാലും ഇവിടുന്ന് വാങ്ങിയ ഒരു കാജലാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. കാജൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ട്രിക്ക് കൂടെ പറയാൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്കായിട്ട്. എല്ലാവർക്കും എല്ലാ ട്രിക്കുകളും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടുന്ന് വാങ്ങിയ കാജൽ ഇത് വന്നിട്ട്, അയ്യോ സോറി, നാട്ടിലത്തെ കാജൽ ലാക്മിയുടെ ഓക്കെ. ഇനി ഇത് ട്രൈ ചെയ്യട്ടെ, കാരണം നാട്ടിൽ നിന്ന് ഞാൻ ഒരു കാജൽ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇതും ലാക്മിയുടെ തന്നെയാണ്, നല്ല കാജലാണ്. കാരണം ഞാൻ എന്തോരം ഉപയോഗിച്ച് നോക്കി, പൊന്നിനും കൊടുത്തു, നല്ല ഭംഗിയാണ്. നാട്ടിൽ ഇത് ഉപയോഗിക്കാൻ സൂപ്പറാണിത്. ഈ ഒരു കാജൽ നല്ല ബ്ലാക്ക് ആയിട്ട് വരും, ഈസിയാണ് എഴുതാൻ. അങ്ങനെ ഒരു 3-4 ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ എനിക്കിത് ഉപയോഗിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും. കണ്ണ് നമ്മൾ വാട്ടർ ലൈനൊക്കെ എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ ഒട്ടുന്നതായിട്ടും ഒരു വിയേർഡ് ഫീലാണ് നമുക്ക്. കണ്ണിലൊക്കെ എണ്ണ പോയൊരു ഫീൽ എനിക്കിത് ഉപയോഗിക്കുമ്പോൾ തോന്നുന്നത്. എൻ്റെ പൊന്നും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ നല്ലതാണ്, ഇവിടുത്തെ വെതറിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് കാജലും ആയിക്കോട്ടെ, ഞാൻ എഴുതുന്ന സിമ്പിളായിട്ട് കേട്ടോ. ഞാൻ വീട്ടിൽ നിൽക്കുക എങ്ങും പോവല്ല, ഇതാ സിമ്പിളായിട്ട് എഴുതാം. നല്ല നിറമുണ്ടല്ലോ ഇതിനും, ഒറ്റ ലൈൻ മതി കേട്ടോ. സൂപ്പർ ആട്ടോ ലാക്മിയുടെ ഇതേ. എന്താ കണ്ടോ, അകത്തും നമ്മളൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ ഇങ്ങനെ ലൈൻ പോലെ എഴുതും. അതിൻ്റെ ആവശ്യമില്ല, അതിന് നല്ല പടർത്തി എഴുതുന്നതാണ്. അപ്പം നിങ്ങൾ എഴുതുമ്പം കോണർ ഇച്ചിരി കൂടുതൽ എഴുതുക കണ്ടോ. കോണർ കൂടുതലായിട്ട് അങ്ങ് എഴുതി കൊടുക്കുക. നമുക്കൊന്നും പോകാനില്ല. വാല് പോലെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് വാല് പോലെ ഇടാം. ഞാനിപ്പോൾ ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് എഴുതുന്നതാ കണ്ടല്ലോ. ഇത്രയും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം മുകളിലത്തെ പോർഷനും ഇച്ചിരി ഒന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് കണ്ടോ ഈ കോണറോടെ ഒന്ന് എഴുതി കൊടുക്കും കേട്ടോ. അത്ര വരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ലാക്മിയുടെ അറ്റത്ത് ഇതുപോലൊരു സംഭവം വരുന്നുണ്ട്, റബ്ബർ പോലൊരു സംഭവം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ സൂപ്പറായത് കേട്ടോ. അടിപൊളി, ആഹാ സൂപ്പറാണേ. അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ കണ്ണെഴുതുമ്പോഴേ കേട്ടോ. സിമ്പിൾ ഹമ്പിൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോറിയൽ പാരീസിൻ്റെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ലോറിയലിൻ്റെ എപ്പോഴും നല്ലതാണ് നമുക്ക് മസ്കാര കേട്ടോ. ലോറിയലിൻ്റെ മസ്കാര കിടുക്കാച്ചിയാണ്. ഇതാ ഇതുകൂടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ മുകൾ ഭാഗം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. എന്ത് വ്യത്യാസമെന്ന് കാണിക്കാവേ. നോക്കിയേ, ഞാൻ മസ്കാര ഇട്ട കണ്ണും അല്ലാത്ത കണ്ണും നമ്മളുടെ വ്യത്യാസം കണ്ടാവും. നമ്മളിപ്പോൾ മുകൾ ഭാഗം എഴുതിയില്ലെങ്കിൽ പോലും നമ്മൾ നല്ലൊരു മസ്കാര ഇട്ട് കഴിഞ്ഞാൽ മോർദാനെ നമുക്കിവിടെ ഹെയർ ഉണ്ട്, പക്ഷെ ഫൈൻ ഹെയർ ആയിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് തിക്നെസ് തോന്നാത്തത്. അപ്പോൾ ഇത് ഇച്ചിരി എഴുതി കൊടുത്താൽ സൂപ്പറാണ്. ഈ കണ്ണ് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് എഴുതി കൊടുക്കുക, നല്ല മാറ്റമാണ്. പ്രത്യേകിച്ച് കോർണർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, കോർണറാണ് എപ്പോഴും ഭംഗി വരുന്നത് കേട്ടോ. നാട്ടിൽ പോകുന്നതിൻ്റെയൊക്കെ ആ ഒരു സമയപ്പോഴേക്കും ഞാൻ പോയി ലാഷസ് ഫിറ്റ് ചെയ്തായിരുന്നു. നമുക്ക് ഈ പെർമനന്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പെർമനന്റ് സെമി പെർമനന്റ് എന്നൊക്കെ പറഞ്ഞു. കാരണം ഇത് നമുക്കൊരു മാസത്തേക്കൊക്കെ നമുക്ക് നല്ല സുന്ദരമായിട്ട് ഇത് നമുക്ക് സെറ്റായിട്ടിരിക്കുവേ. കണ്ടു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട്. ഞാനിത് വെച്ചിട്ട് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് രസം. നാട്ടിലുള്ളവർക്കും മനസ്സിലായില്ല, കൂടെ വർക്ക് ചെയ്യുന്നവർക്കും മനസ്സിലായില്ല. കാരണം അത്രയ്ക്ക് നാച്ചുറലായിട്ടുള്ള ലാഷസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണെന്നറിയാമോ, ഇത് കുറച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത് അതൊക്കെ പൊഴിഞ്ഞ് പോകും. അതും കുഴപ്പമില്ല, നമ്മുടെ കണ്ണിലൊന്നും പോത്തൊന്നുമില്ല. അവർ നമ്മുടെ ഓരോ ഹെയറും എടുത്തിട്ട് അതിലോട്ട് ഈ ആർട്ടിഫിഷ്യൽ ഹെയറിനെ എന്താ പറയുക, ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലൂ ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറൂടെ അതിനകത്ത് കട്ടായി പോവാ, ഹെയർ കട്ടായി പോവാ. അപ്പോൾ ഇതെല്ലാം പോയി അവസാനം അവിടെ ഓരോന്നിരുന്നതിനെയും കൂടെ ഞാൻ പറിച്ചു കളഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലേ, പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ മസ്കാര ഇടുമ്പോഴേക്ക് നമ്മുടെ ആ ലെങ്ത് കുറഞ്ഞു പോയി നന്നായിട്ട്. വീണ്ടും ഇപ്പോൾ ലെങ്ത് ആയി വരുവാണ്. അതുകൊണ്ട് അതിനെ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വെക്കണമെങ്കിൽ ഫോൾസ് ലാഷസ് മറ്റേ ടൈപ്പിലെ ഓൾ ഇൻ വൺ ആയിട്ടുള്ളത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റേത് കാണാനൊക്കെ ഭംഗിയാണ്, പക്ഷേ ഇതിങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. നമ്മുടെ ഉള്ള ഹെയറൂടെ
പറഞ്ഞു പോരും കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു നിൽക്കുന്നില്ല, കുറച്ച് പരിപാടികളുണ്ട്, വരും നമുക്ക് പോവാം. ഇവിടെ ആൾക്കാരെ ഞാൻ കാലവരി അടിക്കണോ വേണ്ടയോ? ഈ ചെറുക്കൻ എന്താ എടുക്കണമെന്ന് പറഞ്ഞുതരാമോ? ഈ ചെറുക്കനെ ഇവിടെ തെമ്പൂട്ടി ഇങ്ങോട്ട് വന്നേ, നിന്നെ തൊട്ട് നാളെ മറത്തു എന്നതാ ഇത് ചുക്കിലിയോ കാണിച്ചു തരാം നിങ്ങളെ. ഇവനാണോ നല്ല കൊച്ച്? എനിക്കറിയാൻ വയ്യാണ്ടോ. ഇവിടെ തലയിലോട്ട് നോക്കിയാ നിങ്ങള്, അടുത്ത് കാണിക്കും കൂട്ടാ, കണ്ടോ ചുക്കിലിയായിട്ട് വന്നേക്കും. ഇപ്പോൾ ഇതിന് എന്നാ എടുക്കണം ഞാൻ? ഇപ്പം തന്നെ ഒരു 100 പ്രാവശ്യം പുറത്തു പോയി ഇച്ചിരി എന്തെങ്കിലും വന്നിട്ട് ഞം വെച്ചിട്ട് എന്നെ കടിക്കൽ അടി വാങ്ങി, എൻ്റെ കയ്യെ പിടിച്ചേക്കുന്നുണ്ടോ? എന്നിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ കരയും പുറത്തിറങ്ങി പോകണമെന്ന്. എന്തൊരു കളിയാണ് ഓർത്തണം. 5 മിനിറ്റ് ആവത്തില്ല, അതിന് പിന്നെ ആ ഡോറിൻ്റെ അവിടെ നിന്ന് മുട്ടി കരച്ചില്ല തുറന്നു കയറ്റാൻ. ഇവനെ പൊന്നുമണി ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ, ഇനി കളിക്കാൻ ആരുമില്ല, അതവൻ്റെ പ്രശ്നം. അല്ല ചുമ്പുട്ടോ, അതാണോ തേത്തി പോയോ? ഇതിന് തലയിലൊക്കെ വെച്ചേക്കുന്നത്. എന്നിട്ട് മഴയൊക്കെയാണ് നനഞ്ഞു വന്നിട്ട് ഞാൻ ഈ ഓരോ പ്രാവശ്യം തുടച്ചും കൊടുക്കണം, തന്നെ തുടക്കത്തില്ല. നിന്റെ കുറ്റമാണ് ഞാൻ പറയുന്നത്, നിന്റെ തുറ്റം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടെങ്കിലേ ഉള്ളൂ. അതിശയം. എല്ലാവരോടും പറഞ്ഞു, എല്ലാവർക്കും സുഖമാണോ? ചിമ്പുടനെ കാണാത്തവർക്കായിട്ട് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലര്, ഞാൻ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുമ്പോൾ ചിലർ പറയും, എന്തിനാണ് പൂജനെ അധികം സ്നേഹിക്കുന്നത്, ഇതിനൊന്നും ലൈഫില്ല. ശരിയാണ്, ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇവരോട് സ്നേഹം നമുക്ക് അപ്പോൾ ഏത് ആനിമലിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അറിയാം. നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ സ്നേഹിക്കുന്നത്. ഇതിനൊന്നും ആയുസില്ല, ഉള്ള കാലം നമ്മൾ സന്തോഷമായിട്ടിരിക്കും. ഇവരെ നമ്മൾ മാക്സിമം സന്തോഷമാക്കി വെച്ചുകൊണ്ടിരിക്കും. ഇത് ഇവിടെ ഉള്ളത് നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. അല്ല ചുമ്പുട്ട, ഇവനെന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. അല്ല ചുമ്പുട്ടി, അറിയാലോ ഇതിനെ ഞങ്ങൾ അതുപോലെയാണല്ലോ കറക്റ്റ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ തക്കുടു. അപ്പം എന്തായാലും ഇവനെ ഞാൻ വീടും. അവന് കണ്ടോ, അവന് കളിക്കണം, അതിനാണുള്ള ജ്വരമാണ്. സ്ക്രാച്ച് ചെയ്തെന്നാ കുഞ്ഞിന് സ്ക്രാച്ച് പോസ്റ്റ്. അവനെ വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, ക്യാമറ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ്. അപ്പം എന്തായാലും വരും, നമുക്ക് ഇച്ചിരി പരിപാടിയുണ്ട്. ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ, ഇത് മോർണിംഗ് ടൈമാണ്. ഞാൻ ഇങ്ങനെ ഉടുപ്പിട്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോലം തെറ്റി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റുന്ന ഒരു ഈസി കുക്കിംഗ് കാണിച്ചു തരാൻ പോവാണ്. വളരെ എളുപ്പമായിട്ടൊരു കുക്കിങ്. ഓക്കെ, ഇതും ഒരു ട്രയലാണ് കേട്ടോ. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്, കണ്ടിട്ടും കേട്ടിട്ടും ഇതിനെ പറ്റി. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം. 2 ബനാന ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാൻ പോവാണേ. ഇതാ, നമുക്കിതുപോലെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം നല്ല സുന്ദരമായിട്ട്. അല്ല പഴുത്ത ബനാന ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയില്ല. പഴുത്തൊരു ബനാന എന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നു, അതുകൊണ്ട് അവളെയും കൂടെ അതിനകത്തോട്ട് നമുക്ക് ഇട്ടേക്കാം. ഇതാ, കളയണ്ട. ഇതിനെയൊക്കെ സാധാരണ ബോണ്ട ഉണ്ടാക്കാറാണ് പതിവ്, ഇത്രയും പഴുത്തതേ. അപ്പൊ എന്തായാലും ഇവരെ നമുക്ക് ഇതാ ഇഴക്കും. അതിനെയും കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഇതുപോലെ കേട്ടോ. നന്നായിട്ട് ഫോർക്ക് വെച്ചോ കൈ കൊണ്ടോ പിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇതാ, ഇത്രയാണ് നമ്മുടെ പരിപാടി. ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പഴത്തിന് നല്ല മധുരം ഉള്ളതാണെങ്കിൽ അത് മതിയാവും കേട്ടോ. ഇവിടെ കോഴീൻ്റെ മുട്ട, ഇപ്പം ഇട്ട മുട്ട കേട്ടോ, ഇപ്പം ഇട്ട മുട്ട. 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എമൗണ്ട് കൂടുതലാണ്, എത്രമാത്രം നിങ്ങൾ കൂടുതൽ എടുക്കുന്നത് അതനുസരിച്ച് മുട്ടയും നിങ്ങൾ കൂടുതൽ ചേർക്കണം കേട്ടോ. ഞാൻ 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, കാരണം ഞാൻ പഴം കണക്കനുസരിച്ച് 3 പഴം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇതിന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനിയിപ്പോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓട്സ് ആണ്. ഓട്സ് നമുക്കിതിന് കുറച്ച് ഓട്സ് ചേർക്കാം. ഇതിന്റെ പാകം എന്ന് വെച്ചാൽ ക്രീമി കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ പറയണം, എന്താ കണ്ടോ, ഇതുപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്നുകിൽ വനില എസൻസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഏലക്കാഴ പൊടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ടേസ്റ്റിനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കുന്നുണ്ടോ, പക്ഷെ എല്ലാം കടന്ന് കാണുമോ? ചുമ്പൊട്ടിയെ ചേർത്ത് അതിനെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ, അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് നമുക്ക് ഇച്ചിരി ബട്ടർ ഇതിൻ്റെ അടിയിലേക്ക് തേക്കണം. ഇനി എണ്ണയെങ്കിൽ എണ്ണ, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നെയ്യ് എന്താന്ന് വെച്ച് ചേർത്തോ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തിന്നായിട്ട് നമ്മുടെ ഈ മിക്സിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് വേകട്ടെ. ഇന്ത്യയുടെ ഭൂപടം പോലാണ് ഇരിക്കുന്നത്. എന്തായാലും സാരമില്ല, നമുക്ക് കഴിച്ചാൽ പോരെ.
നമ്മുടെ ഫ്ലെയിം ഒക്കെ നന്നായിട്ട് താത്തിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമുക്ക് മറിച്ചിടാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ട് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ചെറുതായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ 2 എണ്ണം കൂടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലർക്ക് ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ലൊരു ഐറ്റമാണ്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. പ്രത്യേകിച്ചൊന്നും പറയാനല്ല, നല്ല ടേസ്റ്റാണ്. പഴം, ഓട്സ്, എഗ്ഗ്, ഇതിനകത്ത് നമ്മുടെ കാടമം, നമ്മുടെ ഏലക്കയുടെ പൊടി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ശക്കലും പൊട്ടിക്ക് ഉപ്പൂടെ ചേർത്ത് ഞാൻ സംഭവം സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും. നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ ഇതുപോലെ തന്നെ മുരിച്ചെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു ചെറിയ ക്ലീനിങ് കൂടെ ചെയ്ത് വരുവാണ്. അപ്പം ഞാനോട്ട് നിങ്ങളെ കൂടെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്. ക്വാഡ്സ്, ഈ കിടക്കുന്ന സംഭവത്തിന് പേര് ക്വാഡ്സ്. നമ്മുടെ വർക്ക് ടോപ്പ്, നമ്മുടെ എല്ലാ വീടുകളിലും വർക്ക് ടോപ്പുകളും ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും പലതരത്തിലുള്ള വർക്ക് ടോപ്പ്, മാർബിള് അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇത് കല്ലാണ്. ഇത് ഒരുപാട് വർഷങ്ങളേക്ക് കിടക്കും. ഇതിന് ഒരു പ്രശ്നമില്ല. എത്രമാത്രം ചൂട് വേണമെങ്കിൽ ഇതിന് താങ്ങാൻ പറ്റുമെന്നൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല പോളിഷ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ അതിന്റെ ഭംഗി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും കെമിക്കലുകളോ അല്ലെങ്കിൽ ഒത്തിരി ആസിഡ് അടങ്ങിയ സംഭവങ്ങളോ ഒന്നും നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. കാരണം ഇത് ഡാമേജ് ആവും. ഇതിന്റെ ആ പോളിഷ് എല്ലാം പോവും. ഇതങ്ങ് മങ്ങി ഒരുമാതിരി നരച്ച് ഒരു റഫ്നെസ്സിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ പോളിഷ് ഒക്കെ നന്നായിട്ടിരിക്കാൻ ഇത് എപ്പോഴും ഇതുപോലെ തന്നെ തിളങ്ങി കിടക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പറയാൻ പോകുന്നത് മാർബിളിനെ പറ്റിയല്ല. മാർബിളും ഇത് തന്നെയായിരിക്കും. കാരണം ഇതും കല്ലിൽ തന്നെ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ സ്പ്രേകളൊക്കെ കിട്ടും. അതിനകത്തൊക്കെ കണ്ടൻസ് നോക്കിയിട്ട് മാത്രമേ വാങ്ങാൻ. അതുപോലെ ആസിഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ്, കെമിക്കൽസ് ഉള്ളത് നിങ്ങൾ കഴിവതും ഉപയോഗിക്കില്ലേ. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല സോപ്പ് സൊല്യൂഷനും വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകുക. കണ്ടോ, നന്നായിട്ട് കഴുകുക. കാരണം ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. നമുക്കിത് ഫിറ്റ് ചെയ്യാൻ വരുമ്പോഴും അവർ പറയും നിങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം നിങ്ങളോട് പറയും. അപ്പൊ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കണ്ടോ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കഴുകി കൊടുക്കുക. ഞാനിങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാ ഈസിയാണ്. ഇവിടെ മുഴുവൻ അങ്ങനെ നമുക്ക് ചെയ്യാം. കൂട്ടത്തിൽ നിന്ന് കഴുകിയെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെ ടപ്പേന്ന് പരിപാടി കഴിയും. ഒരു സ്പഞ്ചിൽ നിന്ന് നന്നായിട്ട് പതപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ നമുക്ക് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളേ. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഫൈബർ ആണ്. ഇതുപോലത്തെ ഫൈബർ ക്ലോത്ത്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കണ്ടോ, ഇതൊട്ടും റഫ് അല്ല. ഇത് നന്നായിട്ട് ക്ലീൻ ആവേ. ഫൈബർ ക്ലോത്ത്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ അഴുക്കുകളും തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പതഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ഓർഡിനറി ക്ലോത്ത് ആണെങ്കിൽ അത് ടിഷ്യൂ ഒക്കെ വെച്ച് തുടയ്ക്കാൻ നോക്കും. പക്ഷെ എത്ര നേരം ഇട്ട് തൂക്കണം. പക്ഷെ ഇതാണെങ്കിൽ ഒറ്റപ്പെടുത്തത്തിന് നോക്കിക്കേ എന്ത് ഈസിയാണ് നോക്കിയാൽ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഫൈബർ ക്ലോത്ത്സ് നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള മൈക്രോവേവ് ഗ്ലാസിന്റെ ഐറ്റംസ്, നമ്മുടെ മിററുകള്, നമ്മുടെ കുക്കിംഗ് ഹോബ് ഗ്ലാസിന്റെ ഒക്കെ ആണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിന്റെ ഒക്കെ അവിടെ തുടങ്ങിയ ഈ തെന്നി കിടക്കുന്ന പ്രതലങ്ങളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഫൈബർ ക്ലോത്തിൽ ഉപയോഗിക്കാവുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എത്ര പെട്ടെന്നാണ് നോക്കിയേ സോപ്പ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു പിന്നെ അതിനെ കഴുകി എന്താ പരിപാടി, എത്ര സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പരിപാടി കഴിഞ്ഞതുണ്ടാവും. ഇനിയുണ്ട്, ഇതിപ്പോ ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്ന ഒരു ക്ലോത്ത് ആയിപ്പോയി. ഈ ക്ലോത്ത് കഴുകാനിട്ടിരുന്നായിരുന്നു. ഇപ്പൊ ഡ്രൈ ക്ലോത്ത് ആണെങ്കിൽ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ തന്നെ മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും. ഇത് തുണിയുടെ ആവശ്യമുള്ളൂ. പക്ഷെ നനഞ്ഞ തുണി ആയിരുന്നോണ്ട് അതിന്റെ ആവശ്യമില്ലതേ. ഇപ്പൊ ഡ്രൈഡ് ആയിട്ടുള്ള ഇതുപോലത്തെ തന്നെ ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ. എത്ര പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കിക്കേ. എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ഓൺലൈനിലോ ഷോപ്പുകളിലൊക്കെ എവിടെ വേണേലും കിട്ടുന്ന ഒരു ഐറ്റാണ് കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പരിപാടികൾ കഴിയും. സൂപ്പറായിട്ട് പരിപാടി കഴിയും. ഈസി അല്ലായിരുന്നോ? നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതുപോലെ ഇത് ഇങ്ങനത്തെ സംഭവങ്ങള് ഒക്കെ ചുമ്മാ നാളെയും ക്ലോത്ത് എടുത്തൊന്നും എത്ര ഭംഗിയിലെ ക്ലീൻ ആവുന്നത് കണ്ടോ. ഏത് ഐറ്റം ഇതുപോലത്തെ ഉള്ള ഈ ഗ്ലോസി ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും ഈസിയാണ്. ഹോബുകള് എന്തും
എല്ലാം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീനിങ് തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തില്ല കേട്ടോ. ഇന്നെന്തോ ഇങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി സമയം കിട്ടി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ചുക്കിൽ കളയുന്ന സംഭവമാണിത്. എല്ലാവർക്കും തന്നെ അറിയാം ഏത്തർക്കായിട്ട് പറയാം. നമുക്കിതെല്ലാം ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ. എവിടെ ചെന്നാലും ഷോപ്പുകളിലെല്ലാം ഇങ്ങനത്തെ ക്ലീനിങ് പ്രോഡക്ട്സ് എല്ലാം വാങ്ങാൻ കിട്ടും. ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ വീട്ടിൽ ചുക്കിലിരുന്നു, പക്ഷേ എന്നാലും അവിടെ ഇവിടെയൊക്കെ കുഞ്ഞിരി വലകൾ കാണാൻ പറ്റും വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മുറിയിലും ഞാൻ കയറി ഇറങ്ങും. ഇതല്ല എന്തായാലും നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങി, ഇന്ന് ക്ലീനിങ് പ്രൊഡക്ട്സ് തന്നെ പോയല്ലോ ദൈവമേ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനത്തെ ഐറ്റം കണ്ടിട്ടുണ്ട്. ഇത് റബ്ബർ പോലത്തെ ഒരു സംഭവമാണ്. ഇത് ശരിക്കും അബദ്ധത്തിൽ ഇവിടെ വാങ്ങി വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പെരയ്ക്കാൻ തൂക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ ഫ്ലോർ നിങ്ങൾ കണ്ടു, ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു സംഭവം നടന്നതാണ്. കാരണം നമ്മുടെ വാഷിംഗ് മെഷീൻ എടുത്തോണ്ട് അവർ പോയി, പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ വാഷിംഗ് മെഷീൻ അടിച്ചു പോയിന്ന്. അതിനെന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി അവരത് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയപ്പോഴേക്ക് വന്ന പൊടിയും കാര്യങ്ങളും, അപ്പോൾ അതൊന്നും തൂക്കാൻ വിചാരിച്ചാണ് ഞാനിത് എടുത്തത്. സാധാരണ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ചൂര് കൊണ്ടും ഈസി ആയിരിക്കും തൂക്കാൻ. നമ്മൾ പിന്നെ ഈ കുന്തം നമ്മുടെ മണിക്കുട്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അറിയാമല്ലോ. ഇവിടെ നമ്മൾ ഓടിച്ചു വിടാറുണ്ട്. എന്നാൽ നിങ്ങളിത് പരിചയപ്പെടുന്നതുകൊണ്ടാണ് കാണിച്ചെന്നുള്ളത്. ചില സമയം അതിനെ ഓണാക്കാൻ നിൽക്കുന്നില്ല, ടപ്പ് പെട്ടെന്ന് പിടിക്കാറുണ്ട് കിച്ചണിലൊക്കെ ആകുമ്പോഴേക്കും. ഈ ഒരു ഐറ്റം ഒരു സുരേഷ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഞാൻ ചൂല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേക്കും, സാധാരണ ചൂല് നമുക്കറിയാലോ അങ്ങനത്തെ. അപ്പോൾ അതിന് ഒരു സുരേഷ് ഇതൊരു നന്നായിട്ട് തോന്നിയെന്ന് പറഞ്ഞ് സുരേഷ് കൊണ്ടുവന്നത്. കാരണം ഇത് നമുക്ക് ഇതുണ്ട് റബ്ബർ പോലത്തെ സംഭവമാണ്. ഇതുണ്ട്, ഇതിൻ്റെ പ്രയോജനം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അറ്റത്തിപ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ വടിച്ച് വെള്ളമൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ച് കഴുകുന്നതാണെങ്കിൽ ഈ ഭാഗം കണ്ടോ റബ്ബറിൻ്റെ, അതുകൊണ്ട് ഇങ്ങനെ തൂത്ത വെള്ളം മുഴുവൻ ഇങ്ങനെ മാറ്റാനും പറ്റുന്ന 2 ഓപ്ഷൻ ഇതേ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫ്ലോർ നിങ്ങൾക്ക് അറിയാലോ, ഇത് കണ്ടോ ഇങ്ങനത്തെ ലാമിനേറ്റഡ് ഫ്ലോർ ആണ്. ഇതിനകത്ത് തൂത്താലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. പക്ഷെ ഇച്ചിരി സമയം എടുക്കും, അത്ര ഒരു മൂവ്മെന്റ് കിട്ടത്തില്ല. സിമ്പൂട്ടി ഒരു മിനിറ്റാ, സ്ലിപ്പ് ആവത്തില്ല പെട്ടെന്ന്. പക്ഷേ ഇതുകൊണ്ടുള്ള വലിയൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മുടെ ഇതുപോലത്തെ ഇതുണ്ടോ, ഇതിലൊക്കെ എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുകൊണ്ട് റിമൂവ് ചെയ്യാം. നമ്മുടെ ഫ്ലോർ തൂക്കുന്നതിൽ എളുപ്പമാണ് ഇതുകൊണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം ഇതുപോലുള്ള കാർപ്പറ്റുകളിലൊക്കെ നൂല് പിടിക്കത്തില്ലേ, അതിൽ നൂല് കളയണമെങ്കിൽ നമ്മൾ കിള്ളി എടുത്ത് കളയണം, അല്ലെങ്കിൽ നമ്മുടെ ഹൂവർ ഉപയോഗിച്ച് കളയേണ്ടി വരും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, നിങ്ങൾ പിടിക്കുമ്പം തന്നെ അതിനകത്ത് പൊടിയും എല്ലാം പോരും കണ്ടോ. നിങ്ങൾ ഫ്ലോറിലേക്ക് നോക്കിക്ക് എത്ര മാത്രം വരുന്നതെന്ന് കണ്ടോ, ഈസിയാണ്. അതുകൊണ്ട് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും കേട്ടോ. നോക്കിക്കേ കണ്ടോ, ഈസി അല്ലേ. അപ്പോൾ ഇനി കാർപ്പറ്റ് ഉള്ളവർക്ക്, ചിലർക്ക് ഈ ഹൂവറൊക്കെ വലുതും പറഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാനൊക്കെ വലിയ മടിയുള്ളവർക്ക് ഈ ഒരു ഐറ്റം ഈസി എന്ന് വെച്ചാൽ സൂപ്പർ ഫാസ്റ്റ് ഈസിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ അഴുക്കും പൊടിയും കളയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കതേ കണ്ടോ, ഇത് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ താഴേക്ക് നോക്കുകയെ എന്തോരം അഴുക്കാൻ നോക്കിയേ കണ്ടോ, ഇതിനകത്തുനിന്ന് കിട്ടിയ മണ്ണാണ് ഈ കാണുന്നത്. ഇത് ഒരു കാരണവശാലും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എന്നെ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഡൗട്ട് അടിക്കേണ്ടത്, ഇതൊന്നും പ്രൊമോഷനല്ല. നമ്മൾ പൈസ മേടിച്ച് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തോന്നി, കാരണം നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്തുന്ന നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പലരും പറഞ്ഞു ഇപ്പോഴത്തെ ചെറിയ ചെറിയ ഹാക്കുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒരുപാടുണ്ട് കാണിച്ചു തരാൻ വേണ്ടി. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു പ്രശ്നമുണ്ട്, ക്ലീനിങ് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടാണ്. ഒരു മുറി എന്ന് പറഞ്ഞ് തുടങ്ങും, പക്ഷേങ്കിൽ എല്ലാ മുറിയിലും കയറി ഇറങ്ങും. പ്രത്യേകിച്ച് ഈ ഐറ്റം കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണല്ലോ. അപ്പോൾ ഞാൻ എല്ലായിടത്തോടെ കയറി ഇറങ്ങി ക്ലീനിങ് ആണ്. എല്ലാം വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. വൺസ് ക്ലീൻ ചെയ്താൽ പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഡെയിലി ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. വൺസ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇന്ന് അതും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയിപ്പോൾ ഒരുപാട് ഹാക്കുകൾ ക്ലീനിങ് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടോയ്ലറ്റ് ക്ലീനിങ്ങിൻ്റെയൊക്കെ ഈ വീഡിയോ ഇൻട്രസ്റ്റ് ആയെങ്കിൽ നിങ്ങളൊന്ന് പറയുക. കാരണം എല്ലാവർക്കും ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം ഞാൻ കാണാവേ. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.